you're celebrating your wedding anniversary this month, would you join us in the front? We'd like to pray for you. ഈ മാസം നിങ്ങളുടെ ജന്മദിനമോ ഈ മാസം നിങ്ങൾ വിവാഹ ജീവിതം പ്രവേശിച്ച് ഒരു വർഷം കൂടെ ആയെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കടന്നു വരിക. We are going to pray. Hallelujah. Even as we continue to sing that song, Hallelujah. യേശുവേ, Hallelujah. സ്തോത്രം, സ്തോത്രം. യേശുവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഓളമന്ന അറിയോളവും പോരാ, നിന്നെ മുന്നിടുവാൻ ഒന്നായിരുന്നില്ലേ. ഓളമന്ന അറിയോളവും പോരാ, In the presence of God, these children in the presence of God, even as they're stepping in a new year of their life, let us pray for them that God's anointing and God's blessing be upon them. Pastor A.J. Chandler will lead us in prayer. Hallelujah. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവസഭയായി, would you lift up your hands towards these people? Hallelujah. As the church, we're going to pray together. Hallelujah. ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ ഭൂമിയിൽ ഒരു പ്രാവശ്യം കൂടെ നീ ആരാധിപ്പാൻ തന്നോണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സാവകാശം കൂടെ നൽകി തന്നത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന ഈ നിന്റെ മക്കളുമായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം കർത്താവ് അവരെ പോറ്റി പുലർത്തി ആവശ്യമായിട്ടുള്ള ആരോഗ്യം, സുഖം, ബലമെല്ലാം കൊടുത്തു. കർത്താവെ, ഒരു പുതിയ വർഷത്തിലേക്ക് ഈ മാസത്തിന്റെ ദിവസങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായ കൃപയും കരുണയും അവരുടെ മേൽ കർത്താവെ കൊടുക്കുമാറാകണം. സ്വർഗം തുറന്ന് അവരെ അനുഗ്രഹിക്കുമാറാകണം. അവരുടെ ഭൗതികമായ ആവശ്യങ്ങള്, ശാരീരികമായിട്ടുള്ള വിടുതല് കർത്താവെ, അതുപോലെ മറ്റുള്ള എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് സഹായിക്കുമാറാകണം എന്ന് പറ്റിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹാലലൂയ, ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു പുതിയ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവെ, ഒരു പുതിയ വർഷത്തിന്റെ ആരംഭം മുതൽ അതിന്റെ അവസാനം വരെ ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ ഉണ്ടായിരിക്കുമാറാകണം എന്ന് സഭയായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. സ്വർഗം തുറന്നവരെ അനുഗ്രഹിച്ചാണ് കർത്താവെ, എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, സഭയ്ക്കും സമൂഹത്തിനും ദേശത്തിനും സാക്ഷികളായി അടുത്ത ഒരു വർഷക്കാലം അവരെ സമ്പൂർണ്ണമായി നിർത്തുമാറാകണമെന്ന് നമുക്കോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വേണ്ടിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പൊന്നുനാമത്തിൽ അപേക്ഷിക്കുന്നത് സ്വർഗീയ പിതാവ് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം, സ്തോത്രം. Clap offering in the house of the Lord. Hallelujah. Praise God.
greetings to all of you in the sweet and matchless name of our Lord and Savior, Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. It's indeed such a joy and honor and privilege for us to be in the house of the Lord this morning, to continue to worship the Lord in spirit and in truth. ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന വളരെ സന്തോഷവും ആനന്ദവുമാണ്. This morning, even as we are in the presence of God, it is our prayer that if you're joining us for the very first time, that the Holy Spirit will continue to minister to you in a very special way. ആദ്യമായിട്ടാണ് നിങ്ങൾ ആരാധനയിൽ പങ്കെടുക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പ്രത്യേകമായി ശുശ്രൂഷ ചെയ്യട്ടെ. We want to acknowledge all the ministers of the gospel, and especially Pastor Kunjapi is here, and we have John and Kathy Douglas and Danny with us, who've been ministering from Campus Crusade for the last 40 plus years. We thank God for every one of you who are here this morning. ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷമുള്ള കുഞ്ഞപ്പി പാസ്റ്ററിന് വേണ്ടി, അതുപോലെ ക്യാമ്പസ് ക്രൂസേഡിന് വേണ്ടി മിനിസ്റ്റർ ചെയ്യുന്ന ആ കുടുംബത്തിന് വേണ്ടി എല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു. You know, this week has been an eventful week all over the world. ലോകത്തെമ്പാടും സംഭവബഹുലമായ ഒരു ആഴ്ചവട്ടക്കാലമായിരുന്നു. Last week, the whole world witnessed 2 earthquakes. രണ്ട് ഭൂമികുലുക്കത്തിന് കഴിഞ്ഞ ആഴ്ച ലോകം സാക്ഷ്യം വഹിച്ചു. One was in Italy. ഒന്ന് ഇറ്റലിയിലായിരുന്നു. The other was off the coast of New Zealand. ഒന്ന് ന്യൂസിലൻഡിന്റെ തീരത്തായിരുന്നു. Maybe we didn't even hear about those 2 earthquakes. നമ്മൾ ആ രണ്ട് ഭൂമികുലുക്കത്തെ കുറിച്ച് നമ്മൾ കേട്ടില്ലായിരിക്കും. But yesterday, yes, of course, we did hear and we did feel some kind of a shaking and moving. എന്നാൽ ഇന്നലെ നമ്മള് ഭൂമിയുടെ ഒരു അനക്കം, ഒരു ചലനം നമ്മൾ എല്ലാവരും അനുഭവിച്ചു. Praise the Lord. Hallelujah. There were those who really witnessed that, and they could say that they felt that everything was moving and really shaking. അത് അനുഭവിച്ചവർക്കറിയാം, എല്ലാം അനങ്ങുകയും എല്ലാം ചലിക്കുകയും ചെയ്തു. When something happens too far from us, it may not interest us. നമ്മളിൽ നിന്ന് വളരെ ദൂരത്തായി ചില സംഭവങ്ങൾ നടക്കുമ്പോൾ നമുക്ക് താല്പര്യമില്ല. But when it hits closer to home, of course, we want to know more about it. നമ്മുടെ ഭവനത്തിന് അടുത്തായി അത് സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അധികം അറിയാൻ ആഗ്രഹിക്കുന്നു. The other thing that happened in the world was the canonization of a woman that we all call Mother Teresa. മദർ തെരേസ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന ഒരാളെ അവര് വിശുദ്ധീകരിച്ച ആ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു. Some of you may have had opportunity to work with Missions of Charity. ചിലർക്ക് മിഷൻസ് ഓഫ് ചാരിറ്റി എന്ന് പറഞ്ഞ ആ സഹോദരിയുടെ സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. Some of you may have even seen her. Anybody seen her? Yes, I saw her once. Yeah. Some of you have seen her. Okay. നിങ്ങൾ ചിലര് അവരെ നേരിട്ട് കണ്ടു കാണും. And has anybody worked with Missions of Charity? Missionaries of Charity? Anybody? A couple of you. Wow. So yesterday, the Catholic Church, after 19 years of her death, through a speed track, have canonized her to sainthood. ഇന്നലെ 19 മരണത്തിന് ശേഷം 19 വർഷക്കാലത്തിന് ശേഷം കത്തോലിക്ക സഭ പ്രിയ മദർ തെരേസയെ ഒരു വിശുദ്ധയായി പ്രഖ്യാപിച്ചു. For someone to be beatified, someone to become saint, there must be evidence of certified evidence of 2 miracles that may have been done in the lives of living people when they prayed to that particular person. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ 2 അത്ഭുതങ്ങളിൽ നടന്ന അടയാളമുണ്ടെങ്കിൽ മാത്രമേ ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ കഴിയത്തുള്ളൂ. And because of the fame and name that Mother Teresa carried right after her death, even though there is a 5-year waiting period, the Roman Church put a new track for her and made the process more convenient. But even then, it took 19 years for her to be beatified yesterday. മദർ തെരേസയ്ക്ക് വളരെ പേരും പെരുമയും ഉണ്ടായിരുന്നത് കൊണ്ട് 5 വർഷക്കാലം ഇരിക്കേണ്ടിയിരുന്നാലും അതിനെയൊക്കെ കവച്ചു വെച്ച് വളരെ വേഗത്തിൽ സഹോദരിയെ ഒരു വിശുദ്ധയായി പ്രഖ്യാപിക്കാനുള്ള പ്രക്രിയ ആരംഭിച്ചു. A lot of people from all over the world, and especially from the Missionaries of Charity, had come to witness this historic occasion in the Vatican. വത്തിക്കാനിലെ ഈ ചരിത്രപ്രധാനമായ സംഭവം കാണുവാനായിട്ട് ഈ മിഷനോട് ചേർന്ന് പ്രവർത്തിച്ച അനേക വ്യക്തികൾ ദൃക്സാക്ഷികളായി കടന്നു വന്നു. There is a formula which the Pope would say, and after the end of the formula, he would proclaim and declare that person to be a saint. പോപ്പിന് അതിനുവേണ്ടി ചില വസ്തുതകൾ നിരത്തി വെച്ചതിന് ശേഷം മാത്രമേ ഒരു വിശുദ്ധയായി പ്രഖ്യാപിക്കാൻ കഴിയത്തുള്ളൂ. At the end of that, this is what he declared. അത് അവസാനമായിട്ട് ഇതാണ് താൻ പ്രഖ്യാപിച്ചത്. Blessed Teresa of Calcutta to be a saint. കൽക്കത്തയിലുള്ള മദർ തെരേസയെ ഒരു വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നു.
fails to understand is this, that the Bible paints a total different picture of who a saint is. എന്നാൽ പോപ്പിന് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു കാര്യം, ദൈവവചനം ഒരു വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് ആരെ എന്നുള്ളതാണ്. From the perspective of God's word, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ everyone washed in the precious blood of Jesus Christ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ഏത് വ്യക്തിയും is indeed a saint. വാസ്തവമായി ഒരു വിശുദ്ധനാണ്. That's how Paul would address the many churches to whom he wrote the letter. അനേക സഭകൾക്ക് എഴുത്തെഴുതിയ പൗലോസ് അതാണ് വിവരിക്കുന്നത്. To the saints in Corinth, കൊരിന്തിലുള്ള വിശുദ്ധന്മാർക്ക്, to the saints in Ephesus, എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക്, to the saints in Philippi, ഫിലിപ്പിയിലുള്ള to വിശുദ്ധന്മാർക്ക്, the saints in Thessalonica. തെസ്സലോനിക്കയിലുള്ള വിശുദ്ധന്മാർക്ക്. What? How did they become saints? എങ്ങനെയാണ് അവർ വിശുദ്ധരായി തീർന്നത്? They all had 2 certified miracles that they were able to perform. അവർക്ക് 2 അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ കഴിഞ്ഞിരുന്നുവോ? Now, each one of them would say, forget about 2 miracles. We ourselves are facing trials and tribulations. We have no miracle happening for us. ഞങ്ങൾ 2 അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസത്തിൽ കൂടെ കടന്നുപോയപ്പോൾ ഞങ്ങൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയായിരുന്നു. Hallelujah. But what makes us a saint is the precious blood of Jesus Christ. എന്നാൽ നമ്മളെ വിശുദ്ധനാക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്. Hallelujah. So the Catholic Church would want to shift the focus to what this one person has done in their life, in their lifetime, and after their death also, what is being accomplished through them. എന്നാൽ കത്തോലിക്ക സഭയുടെ ശ്രദ്ധ തിരിക്കുന്നത് ഈ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത നല്ല പ്രവൃത്തികളും അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളുമാണ്. I was just thinking the whole life story of Mother Teresa. മദർ തെരേസയുടെ ജീവചരിത്രം മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട്. For almost 60+ years, she worked and labored hard among the downtrodden, the poor, the less privileged in the streets of Calcutta. കൽക്കത്തയിലുള്ള തെരുവിലുള്ള ആളുകൾക്ക് വേണ്ടി 60-ലധികം വർഷം വളരെ കഷ്ടം സഹിച്ച ഒരു വനിതയാണ് മദർ തെരേസ. For her work, the Nobel Committee also gave her the Nobel Peace Prize. നോബൽ സമാധാനത്തിന്റെ സമ്മാനവും സഹോദരിക്ക് ലഭിച്ചിട്ടുണ്ട്. So she got the highest recognition that is available to be found on the face of this earth while she was alive. ഭൂമിയുടെ മുഖത്ത് തനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവി തനിക്ക് ലഭിച്ചു. So for almost 60 to 70 years, she lived a very saintly, pious, dedicated, sacrificial life on the face of this earth. ഈ ഭൂമിയുടെ മുഖത്ത് 60-70 വർഷക്കാലം താൻ വളരെ വിശുദ്ധയായി വളരെ കഷ്ടം സഹിച്ച അനേകർക്ക് വേണ്ടി ത്യാഗപരമായ ജീവിതം നയിച്ചു. And her influence spread not just to 10 or 20 or hundreds, but to thousands and millions. തന്റെ ആ വ്യക്തി സ്വാധീനം ചില വ്യക്തികളിലേക്ക് മാത്രമല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിലേക്ക് അത് കടന്നു ചെന്നു. In spite of all those things, അതിനൊക്കെ ഉപരിയായി still after her death of 19 years, മരണത്തിന് 19 വർഷങ്ങൾക്ക് ശേഷം she finally becomes saint. താൻ ഒരു വിശുദ്ധയായി. If we have to compare that as a paradigm for us to be called saints, നമ്മളെ വിശുദ്ധരെന്ന് വിളിക്കുന്നതുമായി നമ്മൾ അതിനെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ, not in this life, ഈ ജീവിതത്തിലല്ല. and if according to Hinduism we may have many more lives, ഹിന്ദുയിസത്തിനനുസരിച്ച് നമുക്ക് അനേക ജീവിതങ്ങൾ we ജന്മങ്ങളുണ്ട്. may do many more good deeds and good works, അനേക നന്മകളും നല്ല പ്രവൃത്തികളും നമ്മൾ ചെയ്യും. we still won't be able to come anywhere closer to being saints. എങ്കിലും നമുക്കൊരു വിശുദ്ധനാകുവാനുള്ളതിന്റെ അടുത്ത് പോലും എത്തിച്ചേരുവാൻ കഴിയുകയില്ല. But thanks be to God എന്നാൽ ദൈവത്തിന് നന്ദി that കരേറ്റുകയാണ്. through Jesus Christ യേശുക്രിസ്തുവിലൂടെ and through his blood, തന്റെ രക്തം മൂലം not counting my righteousness, എന്റെ നീതി പ്രവൃത്തി കൊണ്ടല്ലോ, not counting my good works, എന്റെ നല്ല പ്രവൃത്തി കൊണ്ടല്ലോ, not counting anything that I have done, ഞാൻ ചെയ്ത ഒരു കാര്യവും but കൊണ്ടല്ലോ, everything that he accomplished on the cross. കാൽവരി ക്രൂശിൽ താൻ ചെയ്ത പ്രവൃത്തി And മൂലം because he shed his precious blood, തന്റെ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി that ചൊരിഞ്ഞുകൊണ്ട് I can be a saint in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് വിശുദ്ധനാകുവാൻ കഴിയും. Hallelujah. സ്തോത്രം. It is not dependent on me. അത് എന്നിൽ ആശ്രയിക്കുന്നത് It is all dependent on what he has done for us. എനിക്ക് വേണ്ടി അവൻ ചെയ്തത് മൂലമാണ് അതൊക്കെയും സാധ്യമാകുന്നത്. Hallelujah. No wonder we always sing the old hymn. ഒരു അതിശയവുമില്ല നമ്മൾ ഈ പഴയ പാട്ട് പാടുന്നതിൽ. Have you been to Jesus for the cleansing throne? നമ്മുടെ വിശുദ്ധീകരണത്തിനായിട്ട് യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നമ്മൾ ചെന്നിട്ടുണ്ട്. Are you washed in the blood of Jesus Christ? യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ നമ്മൾ കുളിച്ചിട്ടുണ്ട്. Are you fully tasting this very hour the grace of God through Jesus Christ? യേശുക്രിസ്തുവിന്റെ ആ കൃപ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രുചിച്ചറിയുന്നുണ്ട്. Are you
washed in the blood of the Lamb. ആ കുഞ്ഞാടിന്റെ രക്തത്തിൽ നമ്മൾ കഴുകപ്പെട്ടവരാണ്. Hallelujah. When the bridegroom will come, ആ മണവാട്ടി വരുമ്പോൾ will our robes be white? നമ്മുടെ വസ്ത്രം വെണ്മയായിരിക്കുമോ? Will we ready for him? അവന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുന്നുവോ? Hallelujah. The only thing that washes us is the precious blood of Jesus നമ്മളെ Christ. കഴുകുന്നത് യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം So മാത്രമാണ്. the heart of worship is nothing but lifting up Jesus Christ. എന്നാൽ ആരാധനയുടെ ആ ഹൃദയം, അതിന്റെ ഭക്തി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ What is ഉയർത്തുന്നതാണ്. the heart of worship? എന്താണ് ആരാധനയുടെ ഏറ്റവും It is not an attitude that we have towards God. ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവമല്ല, It is a gratitude that we have towards God ദൈവത്തോടുള്ള നമ്മുടെ നന്ദി പ്രകടനമാണ്. for what He has done for us in Jesus Christ. യേശുക്രിസ്തുവിൽ അവൻ നമുക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികൾ മൂലം. Hallelujah. You have accomplished it on the cross for me. എനിക്ക് വേണ്ടി ക്രൂശിൽ അത് പ്രവർത്തിച്ചു. So here I'm grateful and thankful, and I would sing unto thee, Lord. ഇവിടെ ഞാൻ നന്ദിയുള്ളവനായി ഹൃദയത്തിൽ നന്ദിയോടെ അങ്ങയ്ക്ക് വേണ്ടി I would പാടുന്നു. declare your good deeds that you have done for me. എനിക്ക് വേണ്ടി ചെയ്ത നന്മ പ്രവർത്തികളെ ഞാൻ വിവരിക്കും. From utter darkness to the marvelous light. അതേ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക്, From being nobody to become somebody in the kingdom of God. ആരുമില്ലായിരുന്നിടത്ത് നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിൽ ഒരു വ്യക്തിയാക്കി, From being unloved to be loved by Jesus Christ. സ്നേഹമില്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് യേശുവിനാൽ സ്നേഹിക്കപ്പെടുവോ? That is what you have done for me. അതാണ് എനിക്ക് വേണ്ടി നീ ചെയ്തത്. Therefore I have a heart of worship. അതുകൊണ്ടാണ് എന്റെ ഹൃദയത്തില് ആരാധനയുള്ളത്. Not because I have clothes to wear. എനിക്ക് വസ്ത്രം ധരിക്കാനുള്ളത് Not because I have a house to live by. എനിക്ക് ജീവിക്കാൻ ഒരു Or a ഭവനമുള്ളതുകൊണ്ടല്ല, vehicle to drive. ഒരു Or a വാഹനമുള്ളതുകൊണ്ടല്ല, job or a bank balance. ജോലിയോ ബാങ്കിലെ Or ബാലൻസ്, money in the stocks or whatever it be. എനിക്കുള്ള മറ്റ് ധനസമ്പത്തുകളല്ല, Or even if I have good health in me. എനിക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിലോ, But because of from utter darkness to the marvelous light. അന്ധകാരത്തിൽ നിന്ന് ആ പ്രകാശത്തിലേക്ക് എന്നെ From വിളിച്ചതുകൊണ്ട്, hopelessness to a life filled with hope. അതേ പ്രത്യാശയുള്ള ജീവിതത്തിലേക്ക് നിരാശയിൽ തന്നെ കൊണ്ടുവന്നതിനോ, From peacelessness to a life filled with peace of God. സമാധാനമില്ലായ്മയിൽ നിന്ന് ദൈവത്തിൽ സമാധാനമുള്ളവനായി, From having no joy, you have given me pure joy. സന്തോഷമില്ലായ്മയിൽ നിന്ന് എനിക്ക് ആനന്ദം നൽകി. That's the reason why I worship you. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ ആരാധിക്കുന്നത്. Hallelujah. When everything else fades, എല്ലാ കാര്യങ്ങളും മാറിപ്പോകുമ്പോൾ, even when the music fades, സംഗീതം പോലും മാറിപ്പോകുമ്പോൾ, words may fade, വാക്കുകൾ മാറുമ്പോൾ, but my worship will still remain. എങ്കിലും എന്റെ ആരാധന നിലനിൽക്കുകയാണ്. Hallelujah. സ്തോത്രം. Allow me this morning to share with you a few thoughts that the Lord has laid upon my heart from two chapters, one from the Old Testament and one from the New Testament, regarding the heart of worship. ഈ ആരാധനയുടെ അർത്ഥം എന്തെന്ന് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും കർത്താവിന്റെ ഹൃദയത്തിൽ നൽകിയ കാര്യങ്ങളെ ഞാൻ ഇന്ന് പകൽക്കാലം വിവരിക്കട്ടെ. Gospel of John chapter 4 is a familiar chapter to us. നമുക്ക് വളരെ പരിചിതമായ ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. And 1 Kings chapter 18 is also a familiar chapter to us. നമുക്ക് വളരെ പരിചിതമുള്ള ഒരു അധ്യായമാണ് 1 രാജാക്കന്മാർ 18-ാം അധ്യായം. In John chapter 4, we read about a conversation that Jesus had with the Samaritan woman. ശമരിയക്കാരത്തിയുടെ യേശുവിന്റെ സംഭാഷണം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണുന്നു. And we understand that as Jesus progresses in his conversation with this woman, they come and touch on the very important topic about worship. ആരാധനയെ ഏറ്റവും പ്രാധാന്യമുള്ളതിനെ കുറിച്ച് യേശു തന്റെ സംഭാഷണത്തെ അവിടേക്ക് കൊണ്ടുപോകുന്നു. In Gospel of John, I have already mentioned several times, there are 3 musts that are mentioned in Gospel of John. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള 3 മാറ്റിക്കൂടാത്ത കാര്യങ്ങളെ കുറിച്ച് In വിവരിച്ചിട്ടുണ്ട്. chapter 3, you talk about Jesus said, a man must be born again. 3-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കണം. In chapter 3 again, Jesus said, the Son of Man must be lifted up. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണമെന്ന് 3-ാം അധ്യായത്തിൽ വീണ്ടും യേശു പറഞ്ഞു. And in chapter 4, every true worshipper must worship God in spirit and in truth. എല്ലാ ആരാധനക്കാരനും സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണമെന്ന് യേശു പറഞ്ഞു. So 3 musts that we can never avoid in our life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റിക്കൂടാൻ കഴിയാത്ത 3 കാര്യങ്ങൾ. Being born again, വീണ്ടും ജനിക്കുക, being understanding the power of the death and resurrection of Jesus, യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിന്റെ ശക്തിയെ മനസ്സിലാക്കുക, and being able to worship God in spirit and in truth. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുക. 1 Kings chapter 18 is also a familiar chapter to us. നമുക്ക് പരിചിതമായ ഒരു അധ്യായമാണ് രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം. In that chapter, you and I see the story of Elijah, how he challenges 850 prophets of Baal
Asherah. അശേരയുടെയും ബാലിന്റെയും 880 പ്രവാചകന്മാരോട് ഏലിയ അവിടെ വെല്ലുവിളിക്കുന്നതായി നമ്മൾ കാണുന്നു. That chapter is also a chapter that talks about the importance of worship. ആ അധ്യായവും ആരാധനയുടെ പ്രാധാന്യത്തെ വിവരിക്കുന്നതാണ്. Why am I talking about worship this morning? എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് പകൽക്കാലം ആരാധനയെ കുറിച്ച് സംസാരിക്കുന്നത്? Church, we come every week ദൈവസഭയെ എല്ലാ ആഴ്ചയും നമ്മൾ ഇവിടെ കടന്നു for വരുന്നു. one thing here. ഒറ്റ കാര്യത്തിന് വേണ്ടി So മാത്രം that we will join together നമ്മൾ ഒരുമിച്ച് കൂടി and in unison, ഇന്ന് ഏകഹൃദയത്തിൽ whether we sing Malayalam song or Hindi song or English song, മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷ് പാട്ട് it പാടിയാൽ doesn't matter what language we sing. നമ്മൾ ഏത് ഭാഷ പാടുന്നു എന്നുള്ള കാര്യമല്ല. The only purpose that you and I are here നമ്മളിവിടെ ആയിരിക്കുന്നതിന് ഏക കാരണം is to worship God. ദൈവത്തെ ആരാധിക്കേണ്ടതിനാണ്. We step outside of a house to be a worshipper. നമ്മൾ നമ്മുടെ ഭവനത്തിന് പുറത്തേക്ക് വെളിയിലേക്ക് വരുന്നത് ഒരു ആരാധകനായിട്ടാണ്. We tell our family, let's go to worship the നമ്മൾ Lord. നമ്മുടെ കുടുംബത്തോട് പറയുകയാണ് ദൈവത്തെ ആരാധിക്കാനായി നമുക്ക് പോകാം. As you enter the sanctuary, that is your mindset. നമ്മുടെ മനസ്സില് നമ്മുടെ ഹൃദയത്തിന്റെ നിശ്ചയം ആരാധനിക്കുവാനാണ്. I want to enter his courts with thanksgiving in my heart. എന്റെ ഹൃദയത്തിൽ നന്ദിയോടെ വേണം എനിക്ക് അവന്റെ പ്രകാരങ്ങൾ ചെല്ലുവാൻ. I am coming in not to show off to anybody, to see people or meet people or greet people, but I have only one purpose, only one business, that is to worship my God. ഞാനിവിടെ വരുന്ന ആളുകളെ കാണുവാനോ ആളുകളെ കാണിപ്പാനോ അല്ല. എന്റെ ഹൃദയത്തിൽ ഒറ്റ ആഗ്രഹം മാത്രം എന്റെ ദൈവത്തെ ആരാധിക്കണം. So when I understand that this is the real reason of worship, ഇതാണ് ആരാധനയുടെ വാസ്തവമായ കാരണമെന്ന് it മനസ്സിലാക്കുമ്പോൾ doesn't bother me how the music goes. എങ്ങനെ പാട്ട് പോകുന്നു എന്നുള്ളത് എനിക്ക് കാര്യമല്ല. It doesn't matter whether the singers missed one line or a beat. പാട്ടുകാരുടെ പാട്ടിന്റെ താളമൊന്ന് തെറ്റിയാൽ അതെനിക്ക് സാരമല്ല. That doesn't mean that they don't have to practice. അത് അവര് പ്രാക്ടീസ് ചെയ്യണ്ട എന്ന് That അർത്ഥമാക്കുന്നില്ല. doesn't mean that they don't have to come together and prepare and do all the planning. അത് അവർ ഒരുമിച്ച് കടന്നു വന്ന് ഇപ്രകാരമെല്ലാം തീരുമാനം എടുക്കണ്ട എന്ന് They do അർത്ഥമാക്കുന്നില്ല. that. They are doing it diligently. അവരത് ചെയ്യുന്നു, അവരത് വളരെ But ശ്രദ്ധിക്കുന്നു. sometimes, even though we may try to do everything good, still it may fail. എന്നാൽ ചിലപ്പോൾ നമ്മളെല്ലാം നന്നായി ചെയ്യുവാൻ ആഗ്രഹിച്ചാലും ചിലപ്പോൾ പരാജയങ്ങൾ വരാം. And there is something called technology. ചിലപ്പോൾ നമ്മൾക്ക് സാങ്കേതിക തടസ്സങ്ങൾ We have no ഉണ്ടാകാം. control over technology. നമുക്ക് അതിന്റെ മേൽ നിയന്ത്രണമില്ല. We don't know when an outage may take place. A power എപ്പോഴാണ് outage. നമ്മുടെ ഇലക്ട്രിസിറ്റി പോകുന്നത് നമുക്കറിയത്തില്ല. And everything can just go flop. എല്ലാം വളരെ വേഗത്തിൽ But in പരാജയപ്പെടും. spite of all those things, എന്നാൽ അതിനെയൊക്കെ അപ്പുറത്തായി, in spite of all the surroundings, എല്ലാ സാഹചര്യത്തിനും അപ്പുറത്തായി I am here for only one thing. ഞാൻ ഇവിടെ ആയിരിക്കുന്ന ഒറ്റ I am here to കാര്യം give my worship unto my God. എന്റെ ദൈവത്തിന് ആരാധന To അർപ്പിക്കാൻ give വേണ്ടിയാണ്. glory and honor and power and dominion in this place. എല്ലാ മഹത്വവും സ്തുതിയും പുകഴ്ചയും ബഹുമാനവും അവന് നൽകേണ്ടതിന്. Hallelujah. It is important for me to understand what God is trying to teach me through these passages. ഈ അധ്യായത്തിലൂടെ ദൈവനെ പഠിപ്പിക്കുന്നത് എന്തെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. The first thing the Lord taught me is this: ഒന്നാമതായി കർത്താവിനെ പഠിപ്പിച്ചതാണ് an undivided devotion. നമ്മുടെ ഹൃദയത്തില് മുറിക്കപ്പെടാത്ത ഒരു ഭക്തി, Undivided devotion. മാറ്റമില്ലാത്ത മാറിപ്പോകാത്ത ഒരു ഭക്തി. As this woman is engaging in this conversation with Jesus, യേശുവിനോട് സമരിയ സ്ത്രീ സംസാരിക്കുമ്പോൾ she comes to the point of worship, ആരാധനയുടെ ഭാഗത്തേക്ക് താൻ കടന്നു വരുന്നു. and suddenly she says something like this: വളരെ വേഗത്തിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു, our fathers worshipped on this mountain. ഈ മലയിലാണ് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ She ആരാധിച്ചിരുന്നത്. may be pointing to Mount Gerizim. അവിടെയുള്ള ഗെരസീം മലയായിരിക്കും താൻ ചൂണ്ടിക്കാണിച്ചത്. The Samaritans only had the Pentateuch to them. ശമരിയാക്കാർക്ക് പഞ്ചഗ്രന്ഥങ്ങൾ മാത്രമേ ഉള്ളൂ. They never gave sanction to the temple built by David. ദാവീദ് നിർമ്മിച്ച ദേവാലയത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. And they never gave sanction to that also, that people should go there. അവിടെ പോകുവാനുള്ള അവരുടെ ആളുകളെ അവർ അനുവദിച്ചതുമില്ല. They never gave validity to the temple built by Solomon. സലോമൻ നിർമ്മിച്ച ആ ദേവാലയത്തിന് അവര് വില കൊടുത്തില്ല. Josephus, the historian, also says that there was a temple built by the Samaritans on Mount Gerizim. യോസീഫസ് എന്ന ചരിത്രകാരൻ പറയുന്നു ഗെരസീം മലയില് ശമര്യക്കാരും ഒരു ദേവാലയം പണിതു. So she says this is a mountain. ഇതാണ് ഈ മല. But you Jews says that Jerusalem is a mountain that we should worship. എന്നാൽ യഹൂദന്മാരായ നിങ്ങൾ പറയുന്നു യെരുശലേമാണ് ആരാധിക്കേണ്ടുന്ന മല. So now she's caught in the middle of which place shall I choose to worship. അതേതാണ് ഏത് സ്ഥാനത്ത് ആരാധിക്കണമെന്നുള്ള വിഷയത്തിലേക്ക് വന്നു. Confusion. അവിടെ ചിന്താക്കുഴപ്പം. Jesus says to her, യേശുവോട് പറഞ്ഞു, true worship യഥാർത്ഥമായ ആരാധന transcends geographical boundaries. അത് സ്ഥാനങ്ങളെ ഏത് സ്ഥാനത്ത് നിന്നുള്ളതിനപ്പുറത്തേക്ക് മാറ്റപ്പെടുന്നു. It transcends Jerusalem. It transcends Mount Gerizim. ഗെരസീമും യെരുശലേമും എന്ന സ്ഥാനത്തിന് പ്രാധാന്യതയില്ല. It is the will of the Spirit. അത് ആത്മാവിന്റെ സമർപ്പണം ആഗ്രഹമാണ്. It is a
shall you worship? നമ്മൾ ആരെ ആരാധിക്കണം? How shall you worship? എങ്ങനെ ആരാധിക്കണം? Where shall you worship? എവിടെ ആരാധിക്കണം? When Elijah takes the people, he brings them together and asks the same question. ഏലിയാവ് ആളുകളെ കൂട്ടിവരുത്തിയപ്പോൾ അവരോട് ചോദിച്ച അതേ ചോദ്യം In തന്നെ. 1 Kings chapter 18 verse 21. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 21-ാം വാക്യം. If Yahweh is God, then serve Yahweh. യഹോവ ദൈവമെങ്കിൽ അവനെ സേവിപ്പീൻ. If Baal is God, ബാൽ ദൈവമെങ്കിലോ then serve Baal. ബാലിനെ സേവിക്കാം. How long shall you be oscillating between these two opinions? ഈ രണ്ട് അഭിപ്രായങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങൾ എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? How long shall you be putting your feet in two boats? ഇരുതോണിയിൽ നിങ്ങൾ എത്രത്തോളം കാൽ വെക്കും? You cannot do this. നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയുകയില്ല. In Matthew's Gospel chapter 6 verse 24, Jesus said, മത്തായി സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, no man can serve two masters. ഒരു മനുഷ്യൻ രണ്ട് യജമാനനെ സേവിപ്പാൻ കഴിയത്തില്ല. Either he will love one and hate the other. ഒരുവനെ തിരസ്കരിച്ച മറ്റുള്ളവനെ Either he will be devoted to one or despise the other. ഒന്നുകിൽ ഒരാളുടെ സമർപ്പണം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ തന്നെ തിരസ്കരിക്കും. Worship comes, it's a matter of to whom have we given our ultimate devotion. നമ്മുടെ ഭക്തി ആർക്കാണ് അർപ്പിച്ചിരിക്കുന്നത്, അവിടെയാണ് ആരാധന തുടങ്ങുന്നത്. In 2 Kings chapter 17, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം there അധ്യായത്തിൽ is a sobering truth that the Holy Spirit reminded to the people. ആളുകൾക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ഒരു വലിയ സത്യമുണ്ട്. Hallelujah. 2 Kings chapter 17. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം. While reading that passage, അധ്യായം വായിക്കുമ്പോൾ it is a snapshot summary of what happened to the people of Israel and to the people of Judah. യഹൂദ ജനത്തിനും ഇസ്രായേൽ ജനത്തിനും സംഭവിച്ചതിന്റെ ഒരു രക്തചുരുക്കമാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. The historical narrative, ഒരു ചരിത്ര പ്രധാനമായ ഒരു വിവരണം. after the Assyrian king Shalmaneser came and besieged Samaria, defeated Samaria, took the people from Samaria into his own country and made other people to come and dwell in Samaria. രാജാവ് കടന്നു വന്ന സമരിയ ദേശത്തെ ആളുകളെ പിടിച്ചുകൊണ്ടുപോയി മറ്റുള്ള ദേശത്തുള്ളവരെ അവിടെ കൊണ്ട് രാജാവ് കൊണ്ട് പ്രാർത്ഥിച്ചു. So when the people came from different countries, they started living in Samaria. മറ്റു രാജ്യത്തു നിന്ന് ആളുകൾ കടന്നു വന്ന് ശമരിയിൽ താമസിക്കാൻ ആരംഭിച്ചപ്പോൾ Lions came and started devouring people. സിംഹം കടന്നു വന്ന ആളുകളെ വിഴുങ്ങിക്കളഞ്ഞു. And people said, we don't know what is the law of the God of this nation. ഈ ദേശത്തെ ദൈവത്തിന്റെ നിയമം എന്തെന്ന് ഞങ്ങൾ So അറിയുന്നില്ല. please send somebody who will teach us. ഞങ്ങളെ പഠിപ്പിക്കേണ്ടതിന് ചിലരെ അയക്കണമേ. So they brought somebody whom they had already taken captive, a priest, and they began to teach. അടിമത്തത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയ ഒരു പുരോഹിതനെ അവരെ പഠിപ്പിക്കാനായി കൊണ്ടുവന്നു. Now listen, read 17 verse 41. 17-ാം അധ്യായം 41-ാം വാക്യം. അങ്ങനെ ഈ ജാതികളെ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു. പിതാക്കന്മാർ ചെയ്തതുപോലെ പുത്രന്മാരും പൗത്രന്മാരും ഇന്ന് വരെ ചെയ്തു വരുന്നു. Listen to the sobering truth that the Holy Spirit tells us. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ആ സത്യം ഒന്ന് മനസ്സിലാക്കണമേ. So these nations, ഈ ജാതികൾ they feared the Lord, അവർ നിയമത്തെ ഭയപ്പെട്ടു. but yet at the same time they served their God. എങ്കിലും അവരുടെ ദൈവത്തെ അവർ സേവിച്ചു. Hallelujah. You know, I was reading please come to chapter 17, verse 7 onwards if you read. Verse 9. 17-ാം അധ്യായം 9-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, Yeah. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി കൊള്ളരുതാത്ത കാര്യങ്ങളെ രഹസ്യമായി ചെയ്തു. കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെ തങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും പൂജാഗിരികൾ പണിതു. അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചവൃക്ഷത്തിന് കീഴിലൊക്കെയും വിഗ്രഹ സ്തംഭങ്ങളും അശേരാപ്രതിഷ്ഠകളും സ്ഥാപിച്ചു. യഹോവ തങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളെ പോലെ അവർ പൂജാഗിരികളിലും ധൂപം കാട്ടി യഹോവയെ കോപിപ്പാൻ തക്കവണ്ണം ദോഷമായ കാര്യങ്ങളെ പ്രവർത്തിച്ചു. This is not the testimony of a nation like India where you go and see in every nook and corner a temple dedicated to one God. ഇത് ഇന്ത്യയെ പോലെ അനേക വിഗ്രഹങ്ങളുള്ള ഒരു ദേശത്തു നിന്നുള്ള ഒരു സാക്ഷ്യമല്ല. This is the story of what? Of a people of God. ഇത് ദൈവജനത്തിന്റെ മധ്യത്തിലുള്ള ഒരു സംഭവമാണ്. People of God who had seen the redemption from Egypt. മിസ്രൈമിൽ നിന്നുള്ള വീണ്ടെടുപ്പ് കണ്ട ദൈവജനം. People who had seen God speaking to them. ദൈവം അവരോട് സംസാരിക്കുന്നത് മനസ്സിലാക്കിയ ജനം. People who had been given the 10 commandments. 10 കൽപ്പനകൾ നൽകപ്പെട്ട ജനം. People who had tasted and seen the personal following of God and the personal protection and provision of God in their life. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിപാലനം സൂക്ഷിപ്പും ഒക്കെയും അനുഭവിച്ച ജനം. The people who had eaten the manna in the desert. മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ച The ജനം. people who drank the water from God's hand. ദൈവത്തിന്റെ കരത്തിൽ നിന്ന് ജലം കുടിച്ച ജനം. People who had seen that God is giving them the promised land. ദൈവം അവരുടെ വാഗ്ദത്ത ദേശം വാഗ്ദത്തം ചെയ്തു.
തിരിച്ചു കളഞ്ഞു. They went far away from God. ദൈവത്തിൽ നിന്ന് അവർ വളരെ ദൂരത്തായി And on പോയി. every hilltop, എല്ലാ കുന്നിന്മേലും, on every tree, എല്ലാ പച്ചമരത്തിൻ they made ചുവട്ടിലും a shrine to another God. അവര് മറ്റൊരു ദേവന് അവിടെ ഒരു ആരാധന അർപ്പിച്ചു. If you happen to go to any southern part of India or northern part of India, ഇന്ത്യയുടെ തെക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ നമ്മൾ പോയാൽ, as Christians many times we are intrigued to see that the amount of temples that are dedicated for each and every god on every street corners. ക്രിസ്ത്യാനികളായ നമുക്ക് അവിടെയുള്ള അനേക ദേവന്മാർക്കും ദേവിമാർക്കും വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന അമ്പലങ്ങളെ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും. For a Hindu nation like India, ഒരു ഹിന്ദു രാജ്യമായ ഇന്ത്യ, where Hindus would claim that we have more than 330 million gods, 33 കോടി ദേവന്മാരുണ്ട് എന്ന് അവകാശം it is പറയുന്ന ഹിന്ദുക്കൾ, okay for them to have one god under every street. എല്ലാ വഴിയിലും അവർക്ക് ദൈവമുള്ളത് സാരമില്ല. But here we're talking about the testimony of God's people who are only one God. അതേ ദൈവജനത്തിന്റെ സാക്ഷ്യം ഇതാണ്, അവർക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളൂ. One God ഒറ്റ ദൈവം who മാത്രം delivered them അവരെ from the land of Egypt. മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് Under every tree, എല്ലാ മരത്തിന്റെ under ചുവട്ടിലും every hill, എല്ലാ കുന്നിൻ ചുവട്ടിലും they had a god and goddess. അവിടെ അവർക്ക് ദേവനും ദേവിമാരുമുണ്ട്. And you know the story what happened. അവിടെ സംഭവിച്ച കഥ എന്ന് So നിങ്ങൾക്ക് അറിയാമല്ലോ. this is the struggle that is going on. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. The devotion is totally deviated. ആ ദൈവത്തോടുള്ള ആരാധന പരിപൂർണമായി On the മാറ്റപ്പെട്ടു. one hand is God, ഒരു വശത്ത് ദൈവം, on the other hand is the world. ഒരു വശത്ത് ദേവന്മാർ. Whom shall we follow? അപ്പോൾ ആരെയാണ് Whom പിന്തുടരേണ്ടത്? shall we follow? ആരെയാണ് On പിന്തുടരേണ്ടത്? this mountain, on that mountain, ഈ മലയിലോ ആ മലയിലോ, this place or that place. ഈ സ്ഥാനത്തോ മറ്റേ സ്ഥാനത്തോ? Bible is filled with such stories after stories of people who had deviated devotions. അവരുടെ ഭക്തിയെ മാറ്റിക്കളഞ്ഞ ദൈവജനത്തെ ബൈബിളിലുടനീളം In വിവരിച്ചിരിക്കുകയാണ്. 2 Timothy chapter 4 verse 10, 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ we are reminded of a man called Demas. അവിടെ ദേമാസിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു. Paul says something like about Demas like this. ദേമാസിനെ കുറിച്ച് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: Because he loved the world, അവൻ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് he has left me. അവൻ എന്നെ He വിട്ടുകളഞ്ഞു, has deserted me. അവൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. About the same Demas, അതേ ദേമാസ് തന്നെ Paul said in Colossians 4:14 കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ and in പറഞ്ഞു. Philemon 24, ഫിലെമോന്റെ ലേഖനം 24-ാം അധ്യായത്തിലും the same Demas was with Paul. ഈ ദേമാസ് പൗലോസിനോടൊപ്പമുണ്ട്. And Paul says, Demas also sends you greetings from the mission field. അതേ ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദേമാസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. But you know 2 Timothy is the last letter of Paul as he's awaiting his death in the Roman prison. റോമാ കാരാഗൃഹത്തിൽ തന്റെ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പൗലോസ് ആയിരിക്കുമ്പോൾ അവസാനം എഴുതിയ ലേഖനമാണ് Paul തിമോഥെയോസ് ലേഖനം. is in the prison because of the sufferings for the cause of the gospel. സുവിശേഷത്തിന് വേണ്ടിയുള്ള തന്റെ സമർപ്പണം മൂലം താൻ കാരാഗൃഹത്തിൽ Even while he അടയ്ക്കപ്പെട്ടിരിക്കുന്നു. is in the prison, he has not given up his spirit. താൻ കാരാഗൃഹത്തിലായിരിക്കുമ്പോഴും തന്റെ ആ മനസ്സിന്റെ He has not given up his devotion. തന്റെ ഭക്തിയെ താൻ ത്യജിച്ചു കളഞ്ഞില്ല. He says this, താൻ പറയുകയാണ്, one thing that I do, ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, still forgetting what is behind me, പിന്നിലുള്ളത് മറന്നുകൊണ്ട് I am running towards the prize for which Jesus has took hold of me. മുമ്പിലുള്ള ലാക്കിലേക്ക് യേശു എനിക്ക് ഒരുക്കിയിരിക്കുന്ന ആ പ്രതിഫലത്തിനായി ഞാൻ ഓടുകയാണ്. Paul would say something like this, പൗലോസ് ഇങ്ങനെ പറയും, I have fought a good fight. ഞാൻ നല്ല പോർ വരുന്നു, I have finished my race. ഓട്ടം തികച്ചു, I have kept my faith. വിശ്വാസം And കാത്തു, now a crown awaits me. എനിക്ക് വേണ്ടി ഒരു കിരീടം ഇതാ കാത്തിരിക്കുന്നു. But Demas, ദേവാസേ, you love the world and you have deserted me. നീ ലോകത്തെ സ്നേഹിച്ച് നീ എന്നെ വിട്ടുപൊക്കളഞ്ഞു. The heart of worship is about having an undivided devotion to the Lord. ദൈവത്തോട് മുറിഞ്ഞു പോകാത്ത ഒരു ഭക്തിയാണ് ഒരു ആരാധനയുടെ ഏറ്റവും The പ്രാധാന്യതയേറിയത്. second thing that the Lord taught me, രണ്ടാമതായി കർത്താവിനെ പഠിപ്പിച്ചത്, it is an unbroken altar. അത് തകർച്ചയില്ലാത്ത ഒരു യാഗപീഠമാണ്. An unbroken altar. പൂർണ്ണതയുള്ള ഒരു യാഗപീഠമാണ്. In John chapter 4 verse 23, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ Jesus continues on his conversation with this woman. ഈ സ്ത്രീയോട് യേശു തന്റെ സംഭാഷണം തുടരുകയാണ്. He says like this, തനിങ്ങനെ പറയുന്നു, the hour is coming. നാഴിക വരുന്നു, The hour is almost here, നാഴിക വന്നുമിരിക്കുന്നു, when the worshippers will worship the Father in spirit and in truth. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലെ സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. After having transcended the place, സ്ഥാനത്തെ കുറിച്ചുള്ള വാദത്തിന് ശേഷം
Jesus is again taking her back to focus on what the true worship is really like. തന്നെ വീണ്ടും വാസ്തവമായ യഥാർത്ഥമായ ആരാധന എന്തെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. There would be something decisive that is going to happen. വളരെ തീരുമാനമെടുക്കേണ്ട ഒരു കാര്യം ഇവിടെ സംഭവിക്കണം. And since from that time onwards, ആ സമയം മുതൽ, or rather Jesus would say something like this: അല്ലെങ്കിൽ യേശു ഇങ്ങനെ പറയുമായിരുന്നു, not even my death, എന്റെ മരണം, not even my resurrection, എന്റെ not ഉയർത്തെഴുന്നേൽപ്പ്, even my exaltation, എന്റെ തേജസ്കരണം, even before that, അതിനു മുൻപായിട്ട് തന്നെ, woman, I say to you, സ്ത്രീയെ ഞാൻ നിന്നോട് പറയുന്നു, right now, ഇപ്പോൾ തന്നെ, even right now, ഇപ്പോൾ true worship can rise. സത്യാരാധന ഉയരുവാൻ കഴിയും. You can have an unbroken altar. ഇവിടെ നിനക്ക് ഉടഞ്ഞു പോകാത്തൊരു യാഗപീഠപ്പെടുവാൻ കഴിയും. Hallelujah. In the Gospel of John, Jesus a couple of times said this. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു രണ്ട് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു. In John 3:14 he said, യോഹന്നാന്റെ സുവിശേഷം 3:14 ഇങ്ങനെ പറഞ്ഞു, as Moses lifted up the serpent in the wilderness, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ so also the Son of Man must be lifted up. മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. In Gospel of John chapter 12 he said, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ താൻ ഇങ്ങനെ പറഞ്ഞു, when I shall be lifted up, ഞാനോ I ഉയർത്തപ്പെട്ടു will draw all men unto me. ഞാൻ എല്ലാവരെയും എനിക്കിലേക്ക് ആകർഷിക്കും. You know, I was thinking about this and kept thinking and I said, Lord, many times we give an altar call for people to come forward. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അതിനെക്കുറിച്ച് വളരെ ചിന്തിച്ചപ്പോൾ, കർത്താവേ, ഞങ്ങൾ പലപ്പോഴും മുൻപോട്ട് കടന്നു വരുവാൻ ആളുകൾക്ക് ആഹ്വാനം ചെയ്യുമ്പോൾ, we may call this is an altar sometimes. ഇത് നമ്മൾ പറയാറുണ്ട് ഇതൊരു യാഗപീഠമാണെന്ന്. But what is so specific about this altar? എന്നാൽ ഈ യാഗപീഠത്തിന്റെ പ്രാധാന്യത What is so special about this place? ഇതിന്റെ പ്രത്യേകത എന്താണ്? What is so special about people giving the opportunity to step forward in faith? വിശ്വാസത്തോടെ മുൻപോട്ട് വരുവാൻ ആളുകൾക്ക് അവസരം കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താണ്? The Lord began to minister to me through some of these passages. ഈ ചില അധ്യായങ്ങൾ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഇടപെടുവാൻ ആരംഭിച്ചു. And Hebrews chapter 10 verse 22 onwards, എബ്രായ ലേഖനം 10:22 മുതൽ, drawing near with a true heart because of the high priest that we have. നമുക്കുള്ള മഹാപുരോഹിതൻ, So we draw near unto him നമ്മൾ അവന്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുന്നു with confidence. നമ്മൾ So ധൈര്യത്തോടെ. why do we make this journey to the altar? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഓൾട്ടറിലേക്ക് കടന്നു And വരുന്നത്? why do we want to say that this is an unbroken altar? ഇത് ഉടഞ്ഞു പോകാത്തൊരു യാഗപീഠമെന്ന് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? Because Jesus is lifted and exalted in this place. ഇവിടെ യേശു ക്രിസ്തു ഉയർത്തപ്പെട്ടിരിക്കുന്നു. That is the only reason. അത് ആ ഒറ്റ കാരണം മാത്രമേ. There is no speciality to this particular place here. ഈ സ്ഥാനത്തിന് ഇവിടെ യാതൊരു പ്രത്യേകതയുമില്ല. This place and that place all belongs to the part of the sanctuary. ഈ ദേവാലയത്തിന്റെ അതേ ഭാഗമാണ് ഇവിടെ ഈ പുറകുള്ള വശങ്ങൾ. We can worship on either side. നമുക്ക് ഇരുവശത്ത് നമുക്ക് ഇത് ആരാധിക്കാം. But what is so special about this place? എന്നാൽ ഇവിടെ ഈ മുൻപിലുള്ള സ്ഥാനത്തിന്റെ പ്രത്യേകത എന്താണ്? Because from here Jesus is being lifted up. ഇവിടെ യേശു ക്രിസ്തുവിനെ ഉയർത്തിയിരിക്കുന്നു. Jesus is being crucified and he is being exalted. He is risen up and he is being exalted from this place. ഈ സ്ഥാനത്ത് യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. So if we may not have a standing cross here, ഇവിടെ നമ്മൾ ഉയർത്തപ്പെട്ട ഒരു ക്രൂശില്ല. but every time the word is being preached, എന്നാൽ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ, every time the word is being preached and proclaimed, ദൈവവചനം ഘോഷിക്കപ്പെടുകയും that പ്രസംഗിക്കുകയും Jesus ചെയ്യുമ്പോൾ, died for us യേശു നമുക്ക് വേണ്ടി and മരിച്ചു. he rose again on the third day, മൂന്നാം ദിവസം വീണ്ടും and is ഉയർത്തെഴുന്നേറ്റു. living with God the Father. അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. We have an unbroken altar here where people can come near to touch Jesus. ഇവിടെ നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ഒരു യാഗപീഠമുണ്ട്. അവിടെ കടന്നു വന്ന യേശുവിനെ തൊടുവാനായിട്ട് കഴിയും. Hallelujah. What did Elijah do? എന്താണ് ഏലിയാവ് ചെയ്തത്? He said to the people, come near to me. അവൻ ആളുകളോട് പറഞ്ഞു, എന്റെ അടുക്കലേക്ക് വരിക, Come near. എന്റെ അടുത്ത് വരിക. He brought them to the altar. അവരെ യാഗപീഠത്തിലേക്ക് അവൻ കൊണ്ടുവന്നു. In chapter 18 you read, 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, he comes to the altar. താൻ യാഗപീഠത്തിന്റെ അടുക്കൽ വന്നു. An altar that was already broken down അവിടെ തകർന്നു കിടന്ന ഒരു യാഗപീഠം. under the rule of Ahab. ആഹാബിന്റെ ഭരണകാലത്ത് Baal, the worship of Baal is too much. ബാലിനെ എല്ലാവരും സേവിച്ചുകൊണ്ടിരുന്നപ്പോൾ, The prophets of Baal and the prophets of Asherah are too many. അവിടെ ബാലിന്റെയും അശേരയുടെയും അനേക പ്രവാചകന്മാരുള്ളപ്പോൾ, Somebody might have built an altar for the Lord on Mount Carmel. കർമ്മേലില് ആരോ ദൈവത്തിന് വേണ്ടി ഒരു യാഗപീഠം പണിതു. There was an altar that once was erected
വ്യക്തമാക്കി. It could have simply mentioned that. അത് വളരെ ലളിതമായി അങ്ങനെ പറയാമായിരുന്നു. But the Holy Spirit took pain to say and reveal to us something. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേദനയെടുത്തോടെ എഴുതിയിരിക്കുന്നത് He took 12 stones താനെ 12 കല്ലുകളെ എടുത്തു. according to the 12 tribes of the people of Israel. ഇസ്രായേൽ പിതാക്കന്മാരുടെ അംഗസംഖ്യത്തോളം. Remember this. ഓർത്തിരിക്കണമേ, Mount Carmel is in the territory of Northern Kingdom. വടക്കേ സാമ്രാജ്യത്തിന്റെ കീഴിലാണ് കർമ്മേൽ പർവ്വതം. Only 10 tribes are associated with Northern Kingdom. അവിടെ വടക്കേ ദേശത്ത് 10 ഗോത്രങ്ങൾ മാത്രമേ ഉള്ളൂ. After Solomon's time, the kingdom is divided. സലോമോന്റെ കാലശേഷം സാമ്രാജ്യം രണ്ടായി The വിഭജിക്കപ്പെട്ടു. southern kingdom known as Judah has only two tribes. തെക്കേ ദേശം എന്നറിയപ്പെടുന്ന യഹൂദയ്ക്ക് അവിടെ 2 ഗോത്രങ്ങൾ മാത്രമേ ഉള്ളൂ. Elijah could have built an altar with 10 stones. ഏലിയാവിനോട് 10 കല്ലുകൊണ്ട് യാഗപീഠം പണിയാമായിരുന്നു. Nobody would have questioned Elijah. ഏലിയാവിനെ ആരും ചോദ്യം The ചെയ്യുകയില്ല. Holy Spirit would never even tell us how many stones are needed to build an altar. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എത്ര കല്ലുകളോടെ യാഗപീഠം പണിവാൻ ആവശ്യമുണ്ടെന്ന് പറയുകയില്ലായിരുന്നു. But the Holy Spirit mentioned something specifically. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുകയാണ്. He took 12 stones to build the altar. താൻ 12 കല്ലെടുത്ത് യാഗപീഠം പണിതു. Because in the eyes of God, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ all the 12 tribes are still the children of Israel. ആ 12 ഗോത്രങ്ങളും ദൈവത്തിന്റെ ജനമാണ്. Even though they have separated, അവരെ ഇപ്പോൾ even വിഭജിക്കപ്പെട്ടിരിക്കുന്നു. though historically they call themselves the Northern Kingdom, the Southern Kingdom, ചരിത്രപരമായി അവർ വടക്കേ സാമ്രാജ്യമെന്നും തെക്കേ സാമ്രാജ്യമെന്നും വിളിക്കപ്പെടുമ്പോഴും even though they are different kings that have come in succession, അവിടെ തുടർന്ന് അനേകം രാജാക്കന്മാർ, വ്യത്യസ്തരായ രാജാക്കന്മാർ ഭരിക്കുന്നു. what is God's message to God's people? ദൈവജനത്തോടുള്ള ദൈവത്തിന്റെ സന്ദേശം ഇതാണ്. I still believe in an unbroken altar. ഇവിടെ വിഭജിക്കപ്പെടാത്ത ഒരു യാഗപീഠം. You want to meet with me? എന്നെ കാണണമോ? You want to have an encounter with me? എന്നോട് വന്ന് നേരിൽ കാണണമോ? You must have an unbroken altar. നിങ്ങൾക്ക് വിഭജിക്കപ്പെടാത്തൊരു യാഗപീഠം An altar ഉണ്ടായിരിക്കണം. where my people can come together in unity. ഏകമനസ്സോടെ എന്റെ ജനത്തിന് കടന്നു വരുവാൻ കഴിയാവുന്ന യാഗപീഠം. Just like what the sons of Jacob would say to Joseph. യോസഫിനോട് യാക്കോബിന്റെ പുത്രന്മാർ പറഞ്ഞതുപോലെ, We are 12 children to one father. ഞങ്ങളുടെ പിതാവിന് ഞങ്ങൾ 12 മക്കളായിരുന്നു. One is God and the youngest one is with the father. ഒരുവൻ പോയി, ഇളയവൻ അപ്പനോട് We കൂടെയായിരിക്കുന്നു. are 12 children to one father. ഞങ്ങളുടെ പിതാവിന് ഞങ്ങൾ 12 മക്കളാണ്. In our temperance we may be different. ഞങ്ങളുടെ സ്വഭാവം കൊണ്ട് ഞങ്ങൾ Our വ്യത്യസ്തരായിരിക്കും. natures may be different. ഞങ്ങളുടെ മനോഭാവം But വ്യത്യസ്തമായിരിക്കും. we are together worshiping and lifting up the name of one true God. ഏക സത്യ ദൈവത്തെ ഞങ്ങൾ ഒരുമിച്ച് ഏക മനസ്സോടെ ഉയർത്തുകയാണ്. An unbroken altar in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ വിഭജിക്കപ്പെടാത്ത An altar where Jesus is broken and bruised and battered so that you and I can find the redemption through him. ഇതാ ഇവിടെ യേശു വന്ന് തകർക്കപ്പെട്ട് മുറിക്കപ്പെട്ട് യാഗപീഠം അവിടെ നമുക്ക് കടന്നു വന്ന് വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ കഴിയും. Hallelujah. But that's not the only message that is there. അവിടെയുള്ള സന്ദേശം അത് മാത്രമല്ല. The third message that the Lord taught me there. കർത്താവ് എന്നെ പഠിപ്പിച്ച മൂന്നാമത്തെ വസ്തുത, The heart of worship is not only about an unbroken altar. നമുക്ക് തകർക്കപ്പെടാത്തൊരു ഒരു യാഗപീഠം മാത്രമല്ല ആരാധനയുടെ വസ്തുത. An undaunted faith. ഭയം കൂടാത്ത വിശ്വാസം. A faith that is not, it may be challenged, but it's never discouraged in the midst of difficulties. വിശ്വാസം പലപ്പോഴും വെല്ലുവിളിക്കപ്പെടാം, എന്നാൽ അത് നിരാശയുടെ മധ്യത്തിൽ ക്ഷീണിച്ചു Look to what പോകാത്തതാണ്. Jesus is saying. യേശു എന്ത് പറയുന്നു നമുക്ക് നോക്കാം. The hour is coming. നാഴിക വരുന്നു. The hour is coming. നാഴിക ഇതാ വന്നെത്തിയിരിക്കുന്നു. In the words of Jesus, യേശുവിന്റെ വാക്കുകളിൽ throughout John's gospel, യോഹന്നാന്റെ സുവിശേഷത്തിലുടനീളം the hour is very important. നാഴിക എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യതയുണ്ട്. The hour symbolizes his death and resurrection. ആ നാഴിക എന്ന് പറയുന്നതിന്റെ മരണത്തെയും ഉയർപ്പിനെയും It കാണിക്കുകയാണ്. is through his death. തന്റെ മരണം It മൂലം, is through his resurrection. തന്റെ പുനരുത്ഥാനം മൂലം A new way has been created to the Father. പിതാവിന്റെ അടുക്കലേക്ക് ഇതാ ഒരു പുതുവഴി തുറക്കപ്പെട്ടിരിക്കുന്നു. He becomes the altar. താന് ഇതാ യാഗപീഠമാകുകയാണ്. Through the altar, you and I can meet God. ദൈവത്തെ കാണുവാൻ നമുക്ക് ആ യാഗപീഠത്തിലൂടെ കഴിയും. He knows. തനിക്കതറിയാം. He has a faith. തനിക്ക് ആ വിശ്വാസമുണ്ട്. Therefore, he says to the Samaritan woman, അതുകൊണ്ടാണ് ശമരിയക്കാരൻ the time is coming ഇതാ നാഴിക വന്നിരിക്കുന്നു. when true worshippers സത്യ നമസ്കാരികൾ will worship the Father പിതാവിനെ in spirit and in truth. സത്യത്തിലും ആത്മാവിലും ആരാധിക്കും.
വിശ്വാസം? What does she say? എന്താണ് താൻ പറയുന്നത്? I know when the Messiah will come, he will reveal all these things to us. അതേ മെസ്സിഹ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തും. I know എനിക്കറിയാം. you have been engaging me in a conversation of worship. ആരാധനയിലേക്ക്, ആ സംഭാഷണത്തിലേക്ക് നീ എന്നെ കൊണ്ടുവരുത്തുകയാണ്. You have been enlightening my heart. എന്റെ ഹൃദയദൃഷ്ടിയെ നീ But I പ്രകാശിപ്പിക്കുകയാണ്. know for sure എന്നാൽ ഒരു കാര്യം എനിക്കറിയോ, when the Messiah will come, യഥാ മെസ്സിഹ വരുമ്പോൾ he is going to unravel these things more to me. ഈ സത്യങ്ങളൊക്കെ എനിക്ക് വെളിപ്പെടുത്തി തരും. True enlightenment will come. എന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. I will receive my salvation. എന്റെ രക്ഷയെ ഞാൻ പ്രാപിക്കും. I don't know what exactly happened after she said that. അത് ആ പറഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് വാസ്തവമായി Because എനിക്കറിയില്ല. as you read the scripture, എന്നാൽ വചനം വായിക്കുമ്പോൾ Jesus said to her, യേശുവോട് പറഞ്ഞു, I am that Messiah. ഞാൻ തന്നെ ആ മിശിഹ. We don't know. Then we are not told what exactly happened. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നമ്മളോട് പറയുന്നില്ല. But one thing is sure, എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, she would have fallen on her knees there. താൻ തന്റെ മുട്ടിന്മേൽ അവിടെ വീണു കാണും. She would have worshipped Jesus. അവിടെ യേശുവിനെ ആരാധിച്ചു I കാണും. mistook you for a strange Israelite. ഒരു അപരിചിതനായ ഇസ്രായേലിൽ നിന്ന് ഞാൻ അതിനെ കുറിച്ച് I നിരൂപിച്ചു. thought you are a prophet. ഞാൻ ഓർത്തു നീ ഒരു പ്രവാചകനെന്ന്. But now I realize എന്നാൽ ഞാൻ ഇപ്പോൾ that you തിരിച്ചറിയുന്നു, are the Messiah. നീയാണ് മിശിഹ. And what did she do? എന്താണ് താൻ ചെയ്തത്? What did she do? എന്ത് താൻ ചെയ്തു? She went back to her village. താൻ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി She പോയി. left her jar there. അവിടെ തന്റെ പാത്രം വെച്ചതിന് ശേഷം She went to her villagers. തന്റെ ഗ്രാമത്തിലേക്ക് കടന്നു ചെന്ന് In spite of the fact that she had negative testimony, തനിക്ക് ദോഷമായ സാക്ഷ്യം ഉണ്ടായിരുന്നെങ്കിലും yet she is bold enough to go to her city. അവളുടെ പട്ടണത്തിലേക്ക് മടങ്ങി ചെല്ലുവാൻ Bold അവൾ enough to ധൈര്യം go to her കാണിച്ചു. village. അവൾ ധൈര്യത്തോടെ പോയി. And she said to people, അവൾ ആളുകളോട് പറഞ്ഞു, come meet a man. ഇതാ വന്ന ഒരു മനുഷ്യനെ Come meet കണ്ടേ. a man ഇതാ ഈ മനുഷ്യനെ who വന്ന് told കണ്ടേ. me everything that I ever did. ഞാൻ എല്ലാം ചെയ്ത പ്രവൃത്തികളൊക്കെ He is the Messiah. അവൻ He മസിഹിയാകുന്നു. is the Messiah. അവൻ മസിഹിയാകുന്നു. Come and see. അവനെ വന്ന് കാണുകേ. What a faith she has. എത്രമാത്രം വിശ്വാസം തനിക്കുണ്ട്. What a faith she has. അവൾക്കുള്ള വിശ്വാസത്തെ കാണുക. Look to Elijah. എലിയാവിനെ നമുക്ക് നോക്കാം. Elijah. എലിയാവേ, He rebuilds the altar. താൻ ആ യാഗപീഠം വീണ്ടും പണിതു. And he tells the people, താൻ ആളുകളോട് പറയുകയാണ്, come. വരിക. Has a small prayer. അവിടെ ഒരു ചെറിയ പ്രാർത്ഥന താൻ One പ്രാർത്ഥിച്ചു. of the shortest prayer വളരെ ഹ്രസ്വമായ ഒരു പ്രാർത്ഥന for a greatest miracle. ഒരു വലിയ അത്ഭുതത്തിന് വേണ്ടി. Let me tell you, church, ദൈവസഭയെ ഞാൻ പറയട്ടെ, for the big miracles in your life, നമ്മുടെ ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങൾക്ക് you don't need the longest prayer. അവിടെ നമുക്ക് ദീർഘമായ പ്രാർത്ഥന ആവശ്യമില്ല. You don't need the longest prayer. നമുക്കവിടെ ദീർഘമായ പ്രാർത്ഥന The ആവശ്യമില്ല. shortest prayer വളരെ ചെറിയ പ്രാർത്ഥന. for the greatest miracle. അവിടെ ഏറ്റവും വലിയ അത്ഭുതം പ്രവർത്തിക്കുന്നു. What is Elijah saying? എന്താണ് എലിയാ പറയുന്നത്? Lord, കർത്താവേ, I have done all these things ഞാൻ ഈ ചെയ്തതൊക്കെ as you commanded me, നീ Lord. എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെ. നീ പറയാതല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. I have done everything that you have commanded നീ me. എന്നോട് പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. Brothers and sisters, സഹോദരന്മാരെ, that is to have an undaunting faith അതാണ് ധൈര്യമുള്ള to വിശ്വാസം. do what the Lord says. കർത്താവ് പറയുന്നത് പരിപൂർണമായി അനുസരിക്കുക. What you command, that only I shall do. നീ കൽപ്പിച്ചത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. When the servants heard him say, fill the jars with water, വേലക്കാര് ഭരണികളെ നിറപ്പാനുള്ള വാക്ക് കേട്ടപ്പോൾ they didn't ask, who are you? നീ ആരെന്ന് അവർ They ചോദിച്ചില്ല. just fill the jar with water. അവർ ആ ഭരണികളൊക്കെ വെള്ളത്താൽ നിറച്ചു. I have done everything that you commanded me. നീ എന്നോട് കൽപ്പിച്ചത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. But church, ദൈവസഭേ, this is not the first time he's doing something like that. ഞാനിത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. In chapter 17, 17-ാം അധ്യായത്തിൽ he goes to King Ahab ആഹാബിന്റെ അടുക്കലേക്ക് താൻ ചെന്നു. and he says to him, തന്നോട് ഇങ്ങനെ പറഞ്ഞു. the Bible doesn't say who Elijah was till that time. ആ സമയം വരെയും വേദപുസ്തകത്തിൽ നമ്മള് ഏലിയാവ് ആരെന്ന് പറയുന്നില്ല. We don't know whether he was a prophet. താൻ ഒരു പ്രവാചകനെന്ന് ആരും അറിയുന്നില്ല. We don't know where he came from except the name Tishbe. തിശ്ബിയിൽ നിന്നുള്ള ഏലിയാവ് എന്നല്ലാതെ നമുക്ക് മറ്റൊരു വിവരണമില്ല. Goes to Ahab and says, ആഹാബിന്റെ അടുക്കലേക്ക് ചെന്ന് പറഞ്ഞു, until I say, ഞാൻ this പറഞ്ഞിട്ടല്ലാതെ land shall not have rain. ഈ ദേശത്ത് മഴ പെയ്യുകയില്ല. Goes to Brook Kerith, അവൻ കെരീത്ത് തോട്ടിനരികിലേക്ക് പോയി. hides himself there. അവിടെ താൻ ഒളിച്ചിരുന്നു. Hides himself there. താൻ അവിടെ ഒളിച്ചിരുന്നു. Why? എന്തുകൊണ്ട്? Because Ahab has sent his army to search after ആഹാബ് തന്റെ സൈന്യത്തെ തന്നെ തിരയുവാനായിട്ട് അയച്ചിരിക്കുകയാണ്. Elijah. ഏലിയാവിനെ തിരയുവാൻ Elijah അയച്ചിരിക്കുകയാണ്. goes and hides himself. താൻ പോയി ഒളിച്ചിരുന്നു.
കാക്കകൾക്ക് തന്നെ How would these ravens? എങ്ങനെയാണ് ഈ കാക്കകൾ തന്നെ കണ്ടെത്തിയത്? They are bringing their food in their tongue. അവരുടെ ചുണ്ടിലാണ് ഭക്ഷണം കൊണ്ടുവരുന്നത്. And every day they have to come. എല്ലാ ദിവസവും അവർക്ക് They have to search where Elijah is sitting. എവിടെയാണ് ഏലിയാവ് ഇരിക്കുന്നത് അവർക്ക് തപ്പേണം. Because he is hiding himself every day. താൻ ഓരോ ദിവസവും അവിടെ ഒളിച്ചിരിക്കുകയാണ്. He doesn't know when the army of King Ahab would come. എപ്പോഴാണ് ആഹാബിന്റെ സൈന്യം വരുന്നതെന്ന് എനിക്കറിയില്ല. But let me tell you, church, ദൈവസഭയെ ഞാൻ പറയട്ടെ, when you do everything according to what God says, ദൈവം പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ the Lord gives you the hiding. ദൈവം നമുക്ക് ഒരു മറവിടം The നൽകുന്നു. Lord gives you the protection. ദൈവം നമുക്ക് The സുരക്ഷിതത്വം Lord gives നൽകുന്നു. you the provision. നമുക്ക് വേണ്ടതൊക്കെ The നൽകുന്നു. Lord gives you the covering. നമ്മളെ അവൻ മൂടി സൂക്ഷിക്കുന്നു. That is what Elijah says. ഇതാണ് ഏലിയ പറഞ്ഞത്. Lord, കർത്താവേ, I have done everything what you said. നീ പറഞ്ഞതൊക്കെ ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നു. You tell me to go to Zarephath. നീ സാരാപത്തിലേക്ക് പോകാൻ എന്നോട് I should ആവശ്യപ്പെട്ടു. go to Zarephath. ഞാൻ സാരാപത്തിലേക്ക് പോയി. You tell me to go to Mount Carmel. നീ കർമ്മയിലേക്ക് പോകാൻ എന്നോട് I should ആവശ്യപ്പെട്ടു. go to Mount ഞാൻ Carmel. അവിടേക്ക് പോയി. You tell me to challenge the prophets of Baal. ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിപ്പാൻ എന്നോട് കൽപ്പിച്ചു. I will challenge them. ഞാൻ അവരെ വെല്ലുവിളിക്കും. Lord, കർത്താവേ, I have done all these things as you commanded. നീ എന്നോട് കൽപ്പിച്ചതൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നു. Church, ദൈവസഭേ, this is the heart of worship. ഇതാണ് ആരാധനയുടെ When ഹൃദയം. you and I have an undoubting faith, നമുക്ക് ഭയം കൂടാതെയുള്ള വിശ്വാസം, not discouraged by our circumstances, നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾ നിരാശപ്പെടുന്നില്ല. not discouraged by what people say, ആളുകൾ എന്ത് പറഞ്ഞു എന്നോർത്ത് നമ്മൾ നിരാശപ്പെടുന്നില്ല. not discouraged by how people will react when you worship God. ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആളുകൾ എങ്ങനെ എന്നോട് പ്രതികരിക്കും If എന്ന് I jump, ഞാൻ if ചാടുകയാണെങ്കിൽ, I clap, ഞാൻ if കൈകൊട്ടുകയാണ്, I speak loud, ഞാൻ ഉയരെ how people are going to react to me, ആളുകൾ എങ്ങനെയാണ് എന്നോട് it പ്രതികരിക്കുന്നത് doesn't bother me. അതെന്നെ ബാധിക്കയില്ല. What is going to happen to my circumstances tomorrow? നാളെ എന്റെ സാഹചര്യങ്ങൾക്ക് എന്ത് It സംഭവിക്കുമെന്ന് doesn't എനിക്കറിയില്ല. bother me. It doesn't bother me. അതെന്നെ അലർച്ചപ്പെടുത്തുന്നില്ല. Many of us are afraid. You know why? നമ്മളെല്ലാവരും ഭയപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? Many of us are afraid. നമ്മൾ അനേകർക്ക് ഭയമാണ്. We think that if we are more worshippers, നമ്മളെ വലിയ ആരാധനക്കാരായാൽ things should be easy with our life. നമ്മളുടെ ജീവിതം വളരെ പ്രയാസരഹിതമാണ്. If something goes wrong, ചില കാര്യങ്ങൾ തെറ്റായി പോയാൽ people will say, ആളുകൾ പറയും, അവൻ ഭയങ്കര ആരാധനക്കാരല്ലയോ, അവൻ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. അത് കേൾക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് അറിയോ, ഞാൻ ആരാധിക്കുന്ന കുഴപ്പമില്ലല്ലോ. അപ്പൊ ആർക്കും എന്നെ കുറിച്ച് പറയാൻ കുറ്റമൊന്നുമില്ലല്ലോ. അവൻ ആരാധിക്കുന്നവനല്ലോ, അവൻ കൈയടിക്കുന്നവനല്ലോ, അവൻ പ്രാർത്ഥിക്കുന്നവനോ. ഇത് വന്നില്ലെങ്കിൽ പിന്നെ എന്തുവാ? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ജീവിതത്തിലെ സാഹചര്യങ്ങൾ എങ്ങനെ തന്നെ മാറിയാലും ധൈര്യം വിട്ടുപോകാതെ, ധൈര്യം പിടിച്ചു നിൽക്കുന്ന He has understood the heart of worship. ആരാധനയുടെ ഹൃദയം എന്തെന്ന് താൻ തിരിച്ചറിയുന്നവനാണ്. Hallelujah. This morning, church, I'm asking you a simple one question. പകൽക്കാലം ദൈവസഭയെ ഞാൻ വളരെ ലളിതമായ ചോദ്യം ചോദിക്കുകയാണ്. Have we understood the real heart of worship? ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആരാധന എന്തെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. An undivided devotion before God. ദൈവത്തിന് മുൻപാകെ മാറ്റമില്ലാത്ത ഒരു ഭക്തി. An unbroken altar in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ ഉടയ്ക്കപ്പെടാത്ത ഒരു യാഗപീഠം. An undaunting faith in the presence of God. ഭയം കൂടാതെയുള്ള വിശ്വാസം Shall we ദൈവത്തിന്റെ rise to your സന്നിധിയിൽ. feet this morning? Hallelujah. A time, a sacred time, a precious time, a holy time. With every eyes closed in the presence of God. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞിരിക്കുമ്പോൾ ഒരു നിമിഷം. പതിനെട്ടാം അധ്യായത്തിൽ ഒരു വെല്ലുവിളിക്ക് ശേഷമാണ് 19-ാം അധ്യായം നാം ഇങ്ങനെ വായിക്കുന്നത്. ഏലിയാവ് ഒരു ചൂരച്ചെടിയുടെ തണൽ. ദൈവം മതി, മതി, ഈ ശുശ്രൂഷ മതി, ഈ ജീവിതം മതി, ഈ പ്രാർത്ഥന മതി, ഈ ത്യാഗം മതി, ഈ സഹനശക്തി മതി. എന്നെ കൂടി നിൽപ്പാൻ കഴിയുകയില്ല. ഞാൻ മാത്രം ഏകനായി ഒരു പ്രവാചകനായി ശേഷിക്കുന്നു. ദൈവത്തിന് ഏലിയാവിനോട് പറയാനുള്ളത്, ബാലിന് മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേർ മറ്റുണ്ട്. ഏലിയാവേ, നിനക്കിവിടെ എന്ത്? What are you doing here, Elijah? I have left 7,000 people who have not bowed to Baal. ഒരു വശം ചൂരച്ചെടിയുടെ അനുഭവം വന്നേക്കാം.
സാരമില്ല, സാരമില്ല. നീ പറഞ്ഞതല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ കൽപ്പിച്ചതല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. നിന്നോട് ചോദിക്കാനല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. Hallelujah. The time is already here. Jesus said, the hour is already here. The true worshippers will worship the Father in spirit and in truth. Church, 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 I'm asking you this morning, can we be the true worshippers? When you go back to your workplaces, when you go back to your schools and colleges, will you take this Jesus and his message with you? Will you be undoubting in your faith? Undoubting in your faith? Steadfast, unmovable in your faith? The peer pressures that may come, the challenges that may come, the bullying that may come, ജോലിയിൽ സമ്മർദ്ദങ്ങൾ, സ്കൂളിലെ സാഹചര്യങ്ങൾ, അവിടെ കൊണ്ടുപോകാൻ സാധിക്കുമോ? ആ ശബരിയ സ്ത്രീയെ പോലെ കൊണ്ടുപോകാൻ സാധിക്കുമോ? അവൻ എന്നോട് ചെയ്തൊക്കെയും ഞാൻ നിന്നോട് വർണ്ണിക്കാം. ഇന്ന് പകൽക്കാലം അവൻ എന്നെ ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നു. He is calling you and me to come to him. Come to me. Come to me. If I be lifted up, I will draw all men into me. This is my humble prayer. Lord, from every week that we come here, Jesus, that you will lift it up, O God, in this pulpit, in this place, through our worship, you will lift it up, O God. 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 Beauty that makes this heart adore.
took our place. You took our place. God, let this be a reminder. Let this be a reminder that once we were sinners, but because of your cross, because of what you did on the cross, God, we thank you, Lord. We thank you, Abba. We thank you, Father. God, we thank you for Jesus Christ, who is that lamb that was slain on behalf of us, so we can be made holy, we can be made right with God, so we can come into your presence like we are this morning, God, and sing praises to you. God, we pray that this singing and this praise would not end with this time of worship, God, but would go on in our lives, Father. When we go out from this place, God, we would still remember your goodness, and we would still sing, we would still praise, we would still declare of your goodness until the whole world will know what you have done for us. Until the whole world will come together and worship you like we are worshiping you, Father. Oh God, we thank you, God, for this time. God, we pray that we would experience you even after this time, Lord. That is our prayer, Jesus. That we would worship you even after this time, God. Oh, we love you, Lord. We thank you for the cross. We thank you for your love, God. In Jesus' name we pray. Amen. Good morning and welcome to Metro Church. We are so glad you decided to join us here today. If this is your very first time here, we'd like to welcome you and thank you for coming. We are delighted you have chosen to worship here with us. Here's what's going on this week at Metro and some upcoming events. Tonight at 7 p.m., Brother John Thomas and Ajith Matthews Life Group will be meeting at Brother Ajith and Sister Jency's residence in Frisco. Friday, September 9th is fasting prayer in Sunnyvale at Brother Saju and Sister Alice Thomas's residence at 10:30 a.m. Brother Johnson Babies Louisville Life Group will be meeting at Brother Johnson Babies' home on September 9th at 7:30 p.m. Impact will now be every Friday at 6:30 p.m. here at Metro. We are launching a weekly Bible study also every Friday at Metro at 7 p.m. Both will begin Friday, September 9th. There is a 2-session fasting prayer on Saturday, September 10th at 10 a.m. and 12:30 p.m. here at Metro. The Hindi and mission teams are organizing a community outreach event on Saturday, September 10th from 6 to 9 p.m. at Cimarron Park in Irving. Join us for a time of reaching out in love to those in our community. It's time to update the Metro Church directory. Photographer BJ Thomas will be on site here at Metro on September 17th, 18th, and 25th to take your photos. Each family will be receiving a complimentary 8x10, so please be sure to sign up today in the lobby. Mark your calendars for these upcoming events. The Metro Church Retreat is October 7th through the 9th at Lake Murray, Oklahoma, and registration is now officially open.
Please register online or pick up a registration form today in the lobby. The retreat committee is also available today in the lobby to answer questions and provide additional information. Don't procrastinate, because the first 30 people to register will be recognized and will receive a free gift. The Hindi team is hosting a musical night on Saturday, November 12th from 6 to 9 p.m. here at Metro. Once again, we are so glad you are here, and have a blessed week. I would like to take this time to acknowledge some of our visitors in our midst this morning. As I mentioned, Pastor M. Kunyapi, who serves as the regional coordinator for the Malayalam churches in Karnataka state of Kerala, Karnataka state of India, is with us. Pastor, we welcome you in our midst this morning. Thank you for joining with us. And Pastor will be taking our adult Bible study today morning. So we will have the opportunity to listen from him as to what the Lord is doing in Karnataka, and also a mission challenge he'll be bringing to us. We also have with us Mr. John and Kathy Douglas and their friend Danny Cole. Will you please stand, John and Kathy? John and Kathy have been associated with Campus Crusade for more than 40 years of their life, and they have been missionaries in Kenya. And while they were in Kenya, God gave a desire in their heart to minister among Indians, among South Asians, primarily among the Hindus. And the Lord has grown that desire deep into their hearts. Kathy will take a few minutes to share what the Lord has placed in her heart. She did send me a profile of her. She has read many of the Hindu scriptures. She speaks some of the languages. She says she has read Hindi, Quran, Bhagavad Gita, Ramayana, Mahabharata, Adi Granth. She has also been involved with the Jesus film. As we know, Campus Crusade had the Jesus film. She had been involved with that. John, on the other hand, has been associated with their humanitarian aid section of Campus Crusade. I was just going through Campus Crusade ministry. They have more than 27,000 staff workers all over the world. Wow. 27,000 staff workers all over the world. And many of us, while we were in India, we may have the opportunity to associate with Campus Crusade at various points. This coming Saturday, we have 2-session fasting prayer. Second session, Kathy is going to be bringing us a teaching session, which will be, again, our desire to equip the believers, the saints. She will be bringing us a 1-hour study, teaching how to connect with your Hindu friends, how to share the gospel with your Hindu friends. So she's going to bring that. So please do come. And then again, as you know, in the afternoon, we have 6 to 9, we have the picnic in Simran Park. So that too would be ideal for that circumstances. So please come, get equipped, and let's go and do what the Lord has called us to do. We also have here now Ms. Mukesh Unnimadhavan from Fort Worth with us. Mukesh, are you by yourself or families here? Our parents are also here. Thank you very much for coming and joining us. God bless you. We have the Daniel Thomas and Sister Leelama Daniel from Carrollton with us. They go to IPC Hebron because of the joint combined worship today. They are with us. God bless you. Vivek and Vinny are also in our midst this morning. We acknowledge their presence as well. Is Stacy here with Avery? No? Oh, she didn't come. Okay, last week they were here. I was told that they are going to come and join us today morning. Mary Gutiandi from Fort Worth. She went to India and she came back. God has been good to her, keeping her safe. Anybody else who is here for the very first time? I see Mom is also here. Anybody else here for the first time that we didn't fail to acknowledge you? Kathy, will you come?
Devati Stotram, Jai Masiki, and praise the Lord. I hope that covers everyone here. Yes, it's a pleasure to worship with you this morning, and we really had a wonderful time worshiping the Lord Jesus together. As Pastor said, we are with Cru, Campus Crusade for Christ, as now known as Cru in the U.S. So that's a lot simpler to say, just one syllable, Cru. That is the name of our organization, and the Lord has called me, especially me, as my husband continues in other ministry with the Global Aid Network, but the Lord has called me specially to start ministry of Cru called Naya Jivan. We offer strategies, resources, and training to mobilize Christians for outreach to our South Asian neighbors, particularly here in America, particularly Hindus, and we love our Hindu neighbors, and we want to communicate that. That is why my seminar is called Love Your Neighbor. So it's all about sharing Christ in a relational and respectful way. So it's a rather long seminar. It's a course of 12 hours. So this Saturday I will just give a 1-hour workshop. It'll just be like a taste of the big thing. But we offer the whole seminar as an in-person teaching and also online as a webinar. And so I hope you all will enjoy coming. But after the service, I would just invite you to just meet with me back in the foyer there. And I have some brochures about our ministry, so please pick up a brochure about the ministry of Naya Jivan. And also, I have a couple little cards for you, and I encourage you to come and take the cards, which are also on that little counter. These cards will link you with the Jesus Film app. Now, how many of you are familiar with the Jesus Film made by Campus Crusade? Okay, thank you. It's just the basic Gospel of Luke on film. It's a very biblically accurate film on the life of Jesus, unlike other Hollywood films which have added a lot of plots and other things that are not in the Bible. But it's very strictly biblical film on life of Jesus, and it's a great tool for evangelism, and it has been for many years now. But this film, it's not just the original 2-hour film, but we also have other versions now. We have women's version called Magdalena. We have the story of Jesus for children. We have every scene of the Jesus film broken down into just short clips. So you don't have to share the whole 2-hour film with your friend, but just a 3 or 4 minute clip. Jesus raising Jairus' daughter, or any one little scene. You show that, you talk about it. And this app gives you every Jesus film product ever made in all the languages that it's been translated into. And for the whole classic film, that's now more than 1,300 languages. So this white card here is the one for Christians. So all of you should pick up a white card. The blue card, on the other hand, is designed for the non-Christians. There may be some non-Christians who would be interested enough to download this same app. But we just write a few different things on the card for the non-Christians than what we write for the Christians. So be sure to use the blue card for your non-Christian friends and the white card for you and your Christian friends. And this app is for your smartphone or iPad. So it's a fantastic ministry tool. The Jesus Film has been the greatest tool to plant churches around the world after the Bible itself in this century. So it's a fantastic little ministry tool that we can now carry around in our phone. And I will show you how on Saturday you can use this even in your park outreach next week. So come prepared for that. Come with your smartphone. Thank you very much. I look forward to seeing you after the service. Thank you, Pastor. Just for worship teams will come, we will take our tithes and offerings. Just a reminder, on October the 1st, Saturday morning, we will have something called NFL. I know the NFL season is starting today, isn't it? Today? Today. Next week. This is a different kind of NFL. It's called Nutrition for Leaders. Nutrition for Leaders. It's not National Football League, okay? Nutrition for Leaders. Who can come? Anybody who wants to serve? Sunday school teachers, definitely. Leadership. It's basically biblical teaching. We have Pastor Paul Freeman from Victory Church in Wiley who will be coming and teaching us a 2-hour class for that. So I encourage anyone who is interested, you can come and join.
great time to be together in the Word of fellowship. There will be Q&A, question and answer sessions. So please do come on October the 1st. So mark your calendar of that day too. Shall we rise up as we sing a Hindi song? We'll take our tithes and offerings. Amen. After we take the tithes and offerings, we're going to spend time in prayer. I know last week we mentioned about so many of our parents who are sick in their bodies. We prayed for them. As you know, Rajanka's mom, she will be starting a radiation pretty soon. They advise 30 radiations. And they will see how much she can tolerate the radiations. If she cannot tolerate them, then they will have to leave that for palliative care. But that's the condition with her. Let's continue to pray for them. Sister Susan Benjamin's mom is going back to Florida. Thomas Benjamin's brother is coming back from India. Others who are sick in their bodies, let's remember them. Let's take some time to connect and pray. And also remember that this week onwards, Fridays, there will be Bible study. Starting a new Bible study program, knowing God and making Him known. Great teachings of the Bible every Friday here for an hour and 15 minutes or hour and 30 minutes, depending on how. We start at 7 o'clock, we want to finish at 8:30. Simultaneously, the Impact meeting is also having a meeting. So parents, anybody can come, young, old, anybody can come and be part of this Bible study. Flyers are here. You can grab a flyer from the foyer. Shall we sing the song as we take our time? Shall we sing this Hindi song which says that we give you glory, we give you honor, we give you praise unto you, Lord. And we give all thanks to you for all your benefits in our life. Teri stuti ho, teri महिमा हो. Teri stuti ho, teri महिमा हो, प्रशंसा हो प्रभु. Teri stuti ho, teri महिमा हो, प्रशंसा हो प्रभु. धन्यवाद करते हैं उपकारों के लिए, आराधना करते तेरी भलाई के लिए. धन्यवाद करते हैं उपकारों के लिए, आराधना करते तेरी भलाई के लिए. ओ तेरी स्तुति हो, तेरी महिमा हो, प्रशंसा हो प्रभु. तेरी स्तुति हो, तेरी महिमा हो, प्रशंसा हो प्रभु. धन्यवाद, ओ धन्यवाद करते हैं उपकारों के लिए, आराधना करते तेरी भलाई के लिए. धन्यवाद करते हैं उपकारों के लिए, आराधना करते तेरी भलाई के लिए. तेरी स्तुति हो, तेरी महिमा हो, प्रशंसा हो प्रभु. तेरी स्तुति हो, तेरी महिमा हो, प्रशंसा हो प्रभु. जय जयकार, जय जयकार हो तेरी तू सच्चा खुदा है. हालेलुया हो तेरी उपकार करता है. जय जयकार हो तेरी तू सच्चा खुदा है. हालेलुया हो तेरी उपकार करता है. तेरी स्तुति हो, तेरी महिमा हो, प्रशंसा हो प्रभु. तेरी स्तुति हो, तेरी महिमा हो, प्रशंसा हो प्रभु. ओ धन्यवाद करते हैं उपकारों के लिए, आराधना करते तेरी भलाई के लिए. धन्यवाद करते हैं उपकारों के लिए, आराधना करते तेरी भलाई के लिए. ओ तेरी स्तुति हो, तेरी महिमा हो, प्रशंसा हो प्रभु. तेरी स्तुति हो, तेरी महिमा हो, प्रशंसा हो प्रभु. जय जयकार, जय जयकार हो तेरी तू सच्चा खुदा है. हालेलुया हो तेरी उपकार करता है. जय जयकार हो तेरी तू सच्चा खुदा है. हालेलुया हो तेरी उपकार करता है. ओ तेरी स्तुति हो, तेरी महिमा हो,
ആശീർവാദം പറയുകയും ഈ സ്തോത്ര വഴിപാട് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. And after that we are going to have a prayer for our Sunday school teachers and our Sunday school children. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി പകൽക്കാലം അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് കർത്താവിന്റെ വാദമെടുത്തെങ്കിലായിരുന്നാലും കർത്താവിനെ ഒന്നിച്ച് പാടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും അവിടുന്ന് കൃപ ചെയ്തു. കർത്താവേ, തന്റെ ജനത്തെ തന്റെ മക്കളെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായിട്ട് ആശീർവദിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം നടക്കേണ്ടതായ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമാക്കി തീർത്ത് ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷയിൽ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക ആലോചന വചനത്തിൽ കൂടെ കർത്താവെ നൽകുവാൻ തക്കണം അവിടുത്തെ ദാസനെ കർത്താവ് സഹായിച്ചല്ലോ, ശക്തീകരിച്ചല്ലോ. ഹല്ലേലൂയ. എല്ലാ നിലയിലും കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്തുകൊണ്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ തന്നെ പൂർണ്ണമായ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ മടങ്ങി പോകുന്ന കർത്താവിന്റെ പിരിയാത്ത സാന്നിധ്യത്തിന്റെ മറവിൽ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും മറിച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ബൈബിൾ സ്റ്റഡി അനുഗ്രഹിക്കണമേ, അവിടുത്തെ ദാസനെ കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ, ഞങ്ങൾ എല്ലാവരെയും ഒന്നിച്ച് കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ മഹത്വമുള്ള വേലയെ സ്നേഹിച്ചുകൊണ്ട് തന്റെ മക്കൾ അർപ്പിച്ചിരിക്കുന്നതായ സ്തോത്ര വഴിപാടിനായി പ്രാർത്ഥിക്കുന്നു. ഇതിലേക്ക് നീണ്ടിരിക്കുന്ന എല്ലാ കരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഇരട്ടിയായിട്ട് കർത്താവ് പ്രതിഫലത്തെ കൊടുത്ത് തന്റെ മക്കളെ മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവാകുന്ന യേശുവിന്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംബന്ധവും നാം ഓരോരുത്തരോടും കൂടെ പുലകുന്ന എല്ലാ വിശുദ്ധന്മാരോടും കൂടെയും ഇന്നും എന്നേക്കും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Please be seated for a minute, Sister Anju. Good morning, church. Or it's almost afternoon now, so I'll be real quick. I know it's almost time for Sunday school. So I want to thank the church, thank Pastor, thank the board for allowing me to serve in the Sunday school program again this year. So if anyone's interested, this is the second year of my term, so please let me know if you're interested for the coming years. But last Saturday we celebrated the end of our Sunday school year, and we recognized all of our teachers that served for the last year, and thank you once again to every single one of them. Some of them are returning, but we also have some new people who are joining our Sunday school teacher team, so I'm excited about that. We're all excited about the new year. It's always exciting to kind of start something new. You know, Sunday school really is a partnership with parents. You guys are raising your children. You know, God has entrusted you with children to raise them and teach them the word and build a foundation for them. So Sunday school really is just a partnership with you. You know, we have the kids for 45 minutes to an hour once a week, not even every week of the year. So it's really just a small amount of time. So we do what we can to help, you know, teach them and to build relationships and hopefully to be mentors and be there for them. We really need parents to work with us and really the whole church to work with us. So what can you do? How can you partnership with us? So definitely please encourage the teachers. You know, I will tell you all of them, I didn't have to twist a lot of arms to get them to agree to teach this year. So they all have, they care and they have a desire, you know, to work with youth and young people and all the way from preschool to, you know, college and above. So please encourage them, you know, and show some grace and patience with them and help them to be successful. So we want our kids to all ask questions, you know, encourage them to ask questions and to really, you know, take what they're learning and meditate on it and, you know, really hope that it impacts them. So a couple of new things this year. Another way that we can all kind of work together is, you know, God has given us this wonderful facility and we have great Sunday school rooms, but sometimes it falls into kind of, you know, clutter and mess and things like that. So a lot of us, and I, you know, my hat's off to Alex, and I know Tony was shopping for furniture, and there was a lot of helpers that came yesterday to help. But we've tried to clean up all the Sunday school rooms, and we put new furniture in there. And so please remember that all of those, you know, those items, those supplies, the furniture, everything is an asset of the church. It really belongs to our Sunday school teachers. So please be respectful
of all of the things that are in those rooms. So we worry about supplies and things being lost and being misused, during other activities that may happen in the church. So please all work together for that. One change that we have this year is that everybody know the nursery room that we have. So not the kindergarten room that's next to the water fountains, but across the hall from that is the nursery room. So that room really wasn't being used. It's a big room, lots of space. So we're actually going to use that for our preschool class this year. So those of you, it's really going to be targeted for 3 to 4 year olds. Any child really though who is not in school yet can go to that class. We're hoping that it really would be an independent child. If we have a child who's still in diapers or really needs to be held and taken care of, probably is not the best place for them. We only have a few people, staff to kind of man that, so it's going to be difficult if we have a child that really needs a lot of attention. So really about 3 to 4 year olds, but moms, dads, grandmothers, whoever are welcome to come in there with your child. If you want to, stay there with them and help take care of them, that's fine as well. So I'm going to introduce our teachers. Also for those preschoolers, we do want the parents to come and pick them up, so we're not having to run around and hunt down parents. So that's in the nursery room. So if any of the teachers are here, if you will kind of come forward, I know the pastor wants to pray for you, and I know you need prayers, because sometimes it's daunting to try to teach young people. So let me just introduce who the teachers are for this year. So for our preschool class, which is 3 to 4, but anybody under kindergarten, we have Gloria Nibu, Sophia Paul, and Nimi Mamutil. I don't know if they're here, but they can kind of come forward. Kindergarten through first grade, we have Shirley Joseph and Jinsey Matthew. And then second grade, we have Sajith and Jency Scaria. Third and fourth grade, we have Blessy Matthew and Linda Roshan. Fifth grade, we have Johnsy Johnson and Anita George. Sixth grade, we have Bina and Anish Matthew. 7th and 8th grade is together, and they'll be led by Jevin Verghese. 9th grade is Lally George and Alice Sebastian. 10th grade is Regina Matthew and Alice Thomas. 11th and 12th grade are combined, and they'll be led by Anita Satish and Evison Joe. And then we also have college, which is kind of young adults, singles, that kind of age group. And the leadership there is going to be Sam, John, and Blessy Phillips. So they've got, ideas and plans. They usually meet in the loft. So, please make sure if you're interested in that group that you reach out to them, Sam, John, and Blessy Phillips. For adults, all other adults, there are 2 options. We have the Malayalam Sunday School that happens here with various speakers. We also have the adult English Sunday School that happens in the youth hall, and that's primarily led by Rajesh Sebastian and Pastor Toby John. We also have some substitutes, some regular subs that will be floating around. Premila Abraham and Sheena Thomas will be our subs this year. And the second grade and 5th grade will be in this hallway here. All the other classrooms are going to be in this new hallway here. So there's signs on the door, so the Children's Church kids will already be there. Those of you who are here, find your classroom. Some of you will be in the same classroom as last year. So again, thank you. Please partnership with us throughout this next year, and we really look forward to a fun year. Sunday school ministry is the teaching ministry of the church. And we take pride in saying that we have some of the best teachers that the Lord has given to us. Over the years, I have seen this ministry grow in leaps and bounds. Currently, if you see, we have about, if I was looking through the list, if I'm not wrong, from pre-K to 12th grade, about 120 students who are there every week. That's a tremendous amount of children that they are ministering to every week. Sometimes I know as pastor, they always keep telling, Pastor, the time for Sunday worship is 9:30 to 11:30. But I cannot. Sometimes I try my level best. Sometimes you're not able to contain it within 11:30. You have solid 1 hour, no matter where we finish. You have solid 1 hour. Teachers, do you get that? You have solid 1 hour. By the time they come in and get situated, you will have about 15 minutes. So what's the time of a class in a high school? About 50 minutes, 45 minutes? 50 minutes?
43 minutes? Okay. What school, what high school do you go to? Yeah? You're so precise in 43 minutes? Wow. Anyhow, so 50 minutes of high school, so Sunday school should definitely they be having 50 minutes, definitely. So you make sure that you get that opportunity and you teach the eternal word of God. That's the only thing that is unchanging in this world, that is God's word. So when children go, what do the adults do? We have two options. We can either go to the youth hall where there's an English Bible study, or we remain here where most often we have pastors, sometimes visiting pastors, sometimes pastors from our, or maybe brothers whom I ask, they teach classes here. So we have great opportunity. Now I'll tell you something, no matter how much we have studied the scripture, we have read the scripture, we all are still students of the Bible till we die. നമ്മൾ മരിക്കുന്നവരെ ബൈബിളിലെ വിദ്യാർത്ഥികളാണ്. നമ്മൾ ആരും പഠിച്ച് don't become, we never graduate from this school called School of Theology or School of Bible. We never graduate. This is something that is ongoing. Every time you listen to somebody, there is something new that we can always pick up and we can appreciate. Thank God for that. So let's pray. Teachers, would you please stand? Church, this is a collective ministry. The time and amount that they put every week to teach these children, pray for these children, is tremendous. We thank God in the past, all the teachers who have taught. And this year, your faithful partnership, we covet that. We covet that. നിങ്ങളുടെ ആ പ്രാർത്ഥനകളും നിങ്ങളുടെ ആ സഹകരണങ്ങളും മാതാപിതാക്കളുടെ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇവരെ നിങ്ങൾ സഹായിക്കുക. Let's pray. Let's pray for our director. Let's pray for all the teachers. Would you all stand up to your feet and lift up your hands towards them, even as we are praying for them. Our desire is this. Our Sunday school rooms must become a place of divine encounter, where our children and the teachers have an encounter with God. Number two, they engage with God's word that is a standard for their life. And number three, that they experience the presence of the triune God. Hallelujah. Praise the Lord. They have an encounter with the living God. They engage God's word so that they have tools and resources in their hands to face the world that they go in. And thirdly, they experience God. I pray this year that our Sunday school rooms would be the place where the spark of the Holy Spirit will fall upon them. Hallelujah. And our teachers and our children, those classrooms would become spirit-filled classrooms. A revival may break forth from our Sunday school rooms. Hallelujah. Father in heaven, we thank you for this wonderful time, O God. Thank you for these precious lives that you have entrusted into our care while we are on the face of this earth, O God. Thank you for our Sunday school ministry. Thank you for the faithful partnership of your servants, O God. Men and women over the years, O God. And we have seen, O God, how you have helped this ministry grow. We thank you for Sister Anshu Varghese and her family, Lord, as she leads this ministry, O God. We thank God for each and every teacher from preschool all the way, Lord, to the adult Bible study, Lord. We pray for them, Jesus. We pray, Lord, that every Sunday school room would be a place where every child, every person will have a divine encounter with you, Lord, and engage with your word and experience the presence of the triune God. We bless them, Lord. We pray for teachers, Lord. Grant them more patience and more grace, O God, Jesus. Help them, Lord, even as they prepare their lessons, O God, Jesus. Give them, Lord, your counsel, your understanding, O God. Bless them, Jesus. We once again, Lord, in the name of the Father, Son, and the Holy Ghost, we bless our Sunday school ministry, O God, and everyone involved in that ministry, O God. To the glory of God the Father, we pray, let the God's people say, Amen and amen. Amen. God bless you. Please proceed to your Sunday school rooms, Sunday school teachers. We will have our Sunday school meeting here right away. Pastor Kunyapi is going to minister. Pastor Kunyapi.